ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു യാത്ര പോയാലോ? അതെ, ഞാനിന്നൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ടാറ്റ്മൂർ നാഷണൽ പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞാനും എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടിയുണ്ട്. കൂടെ നമ്മുടെ മഴയും കൂടിയുണ്ട്. കളർഫുൾ ആവട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റി കേട്ടോ. എന്നാലും സാരമില്ല, ഞങ്ങളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് തൽക്കാലം. അടിപൊളി സ്ഥലം. അപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അടിപൊളി സ്ഥലത്താണ് ഞങ്ങളുടെ വണ്ടി നിർത്തിയത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൊച്ചു വീഡിയോ എടുത്ത് അവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൊണ്ട് ഫോൺ വിളിച്ചിട്ട് മൂലയ്ക്ക് എത്തിയതാണിത്. ഒന്ന് വിളിച്ചു നോക്കിയെന്നില്ലേ, ഞാൻ വിളിക്കുന്നുണ്ട്. കാണിക്കുന്നേ ചിഞ്ചു വഴി തെറ്റിപ്പോയ കുറെ ആൾക്കാർ. വഴി തെറ്റിപ്പോയവരെ കാണാൻ ഞങ്ങൾ നിൽക്കുവാണ്. അവര് കറക്റ്റ് വഴിക്ക് പോയിട്ട് അവരെ വഴി തെറ്റിപ്പോയിരുന്നു. വണ്ടിയൊക്കെ ആയിട്ട് വണ്ടിയുടെ പുറകിൽ പിടിപ്പിക്കുന്ന നിങ്ങൾ തിരിച്ചിടുവാണ്. അതിന് പുറകിൽ ഒരു വണ്ടി ഓടിയാൽ മതി. ഞാനാണ് എന്റെ വണ്ടി പാർക്കിംഗ് ചെയ്യാൻ. അയ്യോ, അതെല്ലാം ചെളിയാണ്. ഷൂസൊക്കെ നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവരാണ് നമ്മുടെ വഴി തെറ്റിച്ചേ. ഇതാണ് നമ്മൾ പറഞ്ഞ ടീം. അതാണ് നമ്മൾ പറഞ്ഞ ടീം. മറ്റേ നിങ്ങൾ വഴി ഭയങ്കര ഉള്ളില് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നില്ലേ? അയ്യോ, ആരും തെറ്റിദ്ധരിക്കില്ലേ, അതൊന്നല്ല കേട്ടോ വഴി തെറ്റിച്ചത്. ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞു പോയി. പിന്നെ അവർ അവസാനം വന്നതുകൊണ്ട് അവർ വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞേ. പിന്നെ ഞങ്ങൾ എന്തായാലും തീരുമാനം മാറ്റി. ഞങ്ങൾ ടാറ്റ്മൂർ സൂ കാണാനാണ് ഇപ്പോൾ ഇനി ഇവിടുന്ന് തിരിക്കുവാണ്. ഹൈവേ മൊത്തം തിരക്കും മഴയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അതിൻ്റെ കവാടത്തിലേക്ക് എത്താറായി. അങ്ങനെ കവാടത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടം പോലെ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ആൾക്കാർക്ക് വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് അടിപൊളി. ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി ഞാനും തറമായിട്ട് പഠിച്ചു. ഞാനും മൂന്നാമത്തെ ഞാൻ ഉള്ളിലെ ട്രാക്കിൽ കൂടെ ആൾക്കാർ സ്പീഡ് കൂട്ടി പോകുന്നു. ഹൈവേ കൂടെ 100-150 എന്ന് പറഞ്ഞാണ് ചിഞ്ചു വണ്ടി ഓടിച്ചപ്പോൾ ആ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും സമയം കളയുന്നില്ല. ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 19 പൗണ്ട് അഡൽറ്റിനും പിള്ളേർക്ക് പോകുന്നാലും ഫാമിലിക്ക് 55 പൗണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല സമയത്ത് തന്നെ വന്നേ. നല്ല സമയം, തണുപ്പില്ല. അടുത്ത ദിവസം ബീച്ചിൽ പോകും. ബീച്ചിൽ മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതെന്താ നിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട നിക്കുന്ന എന്താണ്? ആ നിക്കുന്നേന്നാ കണ്ടാലും മൃഗത്തെ പോലെ ഉണ്ട്. അതുകൊണ്ട് കണ്ടാൽ മൃഗമല്ലല്ലോ അല്ലേ? കടുവ എന്താ സാധനം? അതാണ്. ആ വെള്ളത്തിൽ എന്തോ ഉണ്ടല്ലോ. അയ്യോമേ, എന്തോ വലിയ സാധനം. കല്ലാണത്? അല്ലേ, അല്ലല്ല. അവിടെ ആ പിക്ചറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം ഓടുന്നുണ്ട്. എന്നതാണ് കടിക്കും അത്. ഈ കാണുന്ന ആളുണ്ടല്ലോ, ഇയാൾ സൗത്ത് അമേരിക്കക്കാരനാണ് കേട്ടോ. കാപ്പിപ്പാര എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പിള്ളേർക്ക് ഏതായാലും ഒരു കളിക്കാനൊരു എന്താ പറയുക, കുറേ നേരം അതിൻ്റെ മുന്നിൽ കിടന്ന് എന്താ പറയുക, കുറേ നേരം കളിച്ചു. അവർ രസിച്ചു. അവർക്കൊരു സന്തോഷമായിരുന്നു. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എനിക്ക് സംഭവത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എലിയുടെ ഷേപ്പാണെങ്കിലും ഭയങ്കര വലിപ്പമൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാം, അടിപൊളി. അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട്. ഇതില് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ചാടി വരുമോ? ഈ കാണുന്ന ബേഡുണ്ടല്ലോ, ഇതും സൗത്ത് അമേരിക്കക്കാരിയാണ്.
സംഭവം പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇതിൻ്റെ പേരാണ് ഗ്രേറ്റർ റിയാന്നൊക്കെ പറയും. സംഭവം ഒരു എന്താ പറയുക ഒട്ടകപ്പക്ഷിയുടെ ഷേപ്പൊക്കെയാണ്. പക്ഷേ ഒട്ടകപ്പക്ഷിയല്ല കേട്ടോ. ഞങ്ങളും ആദ്യം ഒട്ടകപ്പക്ഷിയാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതിനെയൊക്കെ കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ ഇതുകൊണ്ട് നടക്കുന്നു നമ്മുടെ ഓസ്ട്രേലിയയിലെ സ്വന്തം കങ്കാരു എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇത് കങ്കാരു അല്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് ബെന്നറ്റ്സ് വല്ലബി. ഇത് മറ്റേ കങ്കാരു ഇല്ലേ? ഇവിടെ പേര് വേറെ ആയിരിക്കും. ഇതിന്റെ പേരാണ് എലിക്കങ്കാരു. ഇതിൻ്റെ പേര് എലിക്കങ്കാരൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെന്നറ്റ്സ് വല്ലബി എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ അടുത്ത സൈഡിലായിട്ട് നമുക്ക് കാണാം സീബ്രേനെ. അങ്ങനെ ഞാൻ സീബ്രയുടെ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയാൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ സീബ്ര. നമ്മുടെ ഒരു കുതിരയുടെ വലിപ്പമൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ വലിയ കുതിരയുടെ വലിപ്പമൊന്നുമില്ല, എന്നാലും സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ല കേട്ടോ, വൈറ്റ് ലിപ്പിഡ് പിക്കാരീസ് ആണ് കേട്ടോ. ആരും തെറ്റിയിരിക്കില്ലേ. ശകലം പേടിയുണ്ട്. പീലിയുള്ളത് നമ്മൾ ശരിക്കും വിചാരിക്കുന്ന എന്താ നോക്കണം. ഇത് തന്നെ നോക്കുന്നു. സത്യം പറയുമ്പോ ഈ പന്നീനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന പന്നി എന്ന് പറയുന്നത്. മുടി വെട്ടി വെച്ചേക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വെട്ടുവോ? എന്ത് പിന്നല്ലാതെ വെട്ടുമായിരിക്കും. ഇത് കഴിക്കാൻ മീൻസ് ആ ടൈപ്പ് അല്ലല്ലോ. ഇവിടെ ഇങ്ങനെ വളർത്തണ പന്നികളല്ലേ. മഴ തോന്നുന്നുണ്ടോ? ഞങ്ങള് ഇടക്കിടക്ക് പന്നി മേടിച്ചു വെക്കാറുണ്ട്. ഇവര് പറയുന്നത് ഞങ്ങൾക്ക് പന്നി മോരറി അങ്ങനല്ല, പന്നിക്ക് പന്നീനെ കാണുമ്പോൾ ഒരു വിഷമുണ്ട്. യൂട്യൂബ് ചാനൽ ഇതാ പോകുന്നത് കണ്ടോ? അവളെ എനിക്കൊരു ഭാരയാണ്. നീ എന്നെ കവർ അങ്ങനെ നമ്മൾ കണ്ടതുപോലെ അല്ല കേട്ടോ ഓസ്ട്രിച്ച്. നമ്മുടെ ഒട്ടകപ്പക്ഷി ഭയങ്കര വലിപ്പമാണ് ഇതിന്. നമ്മൾ വിചാരിക്കുന്നൊരു വലിപ്പമൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എനിക്കൊന്ന് എന്നെക്കാളും ഹൈറ്റുണ്ട് ഈ സാധനത്തിന്. അതിൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ? ഓഹ്, അതിൻ്റെ കാര്യം ഒന്നും പറയണ്ട, നിങ്ങൾ കണ്ടിട്ട് പറ. കാലൊക്കെ കണ്ടിരിക്കുന്നേ. അയ്യോ, പറക്കും കേട്ടോ അത്. ഹലോ ഹലോ എന്ത് വേണേലും പറഞ്ഞു. ഇതെല്ലാം ഞാൻ ആവശ്യം പോലെ കട്ട് ചെയ്ത് ഇല്ല, എന്ത് വേണേലും പറഞ്ഞ ആ പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്തിടുന്നതാണ്. ഇത് നമ്മുടെ മൃഗങ്ങളുടെ ഒരു ഗ്രേവിയാർഡാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഭയങ്കര സൈലൻ്റാണ്. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. ഭയങ്കര നല്ലൊരു ഫീലിംഗ് കിട്ടുന്നൊരു അടിപൊളി സ്ഥലം. അതായത് ഒരുപാട് പക്ഷികളെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഹൊറർ ഫീലിംഗ് ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ നല്ല രസം, അടിപൊളി. ജുറാസിക് പാർക്കില്ലേ, അതിന്റെ അകത്തൂടെയൊക്കെ പോകുന്ന പോലെ ഉണ്ടല്ലേ. എല്ലാവരും വരി അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ഓടി നടന്ന് കാണുന്നു. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. നല്ലൊരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നൊരു ഫീലിംഗ് ആണ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല ബേഡ്സിൻ്റെ സൗണ്ട്, അങ്ങനെ നമ്മുടെ ജിനോ ബേഡ്സിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ നോക്കുന്ന കാണാം. പക്ഷി നിരീക്ഷകനാണോ എന്നൊരു സംശയം. എനിവേ അടിപൊളി കേട്ടോ. നമ്മുടെ മക്കാവോസ് ഇല്ലേ, നമ്മുടെ നാട്ടിൽ കാണാൻ പലരും വളർത്തുന്നുണ്ട് ഈ സാധനത്തെ. അതൊക്കെ അവിടെ ഒരു കുറച്ചുണ്ട്. പിന്നെ അതുപോലെ മൂങ്ങിയൊക്കെ ഉണ്ട്. അധികം കാണാൻ പറ്റിയില്ല അതിന്. അടിപൊളി സ്ഥലമാട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളിയാട്ടോ, സംഭവം സെറ്റാണ്. എന്തായാലും ഒരു 2 കുരങ്ങൻ വീട്ടിൽ പോയി കണ്ണാടി കണ്ടാൽ മതി, നിനക്കാണ് സെറ്റായിരിക്കും. അത് മുടി അയച്ചിട്ട് കഴിഞ്ഞാൽ സെയിം അതുപോലെ ഇരിപ്പുണ്ടാവും. അവിടെ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കുന്നു. കുറച്ച് ഇവിടെ ഇങ്ങനെ സിംഹവാലിന്റെ ഇതില്ലേ അതുപോലെ
സിംഹവാലൻ കുരങ്ങന്റെ ആ ജടയൊക്കെ ഉണ്ടാവില്ലേ ഫ്രണ്ട്, അതുപോലത്തെ ഒരു സാധനം. പക്ഷെ അത്ര സത്യം ഇതൊക്കെ പറഞ്ഞപ്പോ കാണാനൊരു എന്നവാ നിങ്ങൾ വീടേക്കുണ്ടല്ലോ നിങ്ങൾ കണ്ടോ. പിന്നെ നിങ്ങൾ വീടിനകത്ത് കണ്ടു. എന്തായാലും ഈ സാധനത്തെ ലുക്കിൽ നമ്മുടെ പൊന്മാനപ്പിലൊക്കെ ഇരിക്കുന്നതിൽ ഇതിൻ്റെ പേര് ലാഫിങ് കുക്കോബറോ എന്നൊക്കെയാണ്. ഹലോ, കണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അതിനെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ സ്വന്തം മയില്, അങ്ങനെ മയിലിനെയൊക്കെ കണ്ട് പെട്ടെന്ന് ഇനി എന്താ പറയുക ടൈഗറിനൊക്കെ കാണാൻ വേണ്ടിയുള്ള നടപ്പാണ്. എന്റെ അത്രയും പോരാ, ഞാൻ എടുത്ത് പഠിക്കുക. ഒന്ന് റീഫ്രഷ് ചെയ്യാനും അങ്ങനെ കുറച്ച് ശുദ്ധവായു ശ്വസിക്കാനും അതുപോലെ പിള്ളേരെയൊക്കെ ഒന്ന് മൃഗങ്ങളെ കാണിക്കാനൊക്കെ പറ്റിയ സ്ഥലം. സൗത്ത് ഈസ്റ്റേൺ റഷ്യക്കാരനായ ഇവനെ ഞങ്ങളങ്ങനെ കണ്ടു. ഇവിടെ അടുത്തെങ്ങനെ വരുന്നെങ്കിൽ ടൈഗറിന്റെ മോനെ അതൊക്കെ പ്രിൻസി വിളിച്ചാലോ. അഭിമാനിക്കുന്നു. അടിപൊളി. ഏറ്റവും ടോപ്പില് ഇവനാണ് പുലിയാണ്. ഇവനാണ് സൈബീരിയൻ ടൈഗർ അല്ലെങ്കിൽ സൈബീരിയൻ അമൂർ എന്നൊക്കെ പറയുന്നത്. ഇവനാണ് നമ്മുടെ ക്യാറ്റ് വർഗത്തിലെ ഏറ്റവും വലിയ ക്യാറ്റ്, അതായത് ആഫ്രിക്കൻ ലയൺ അല്ലെങ്കിൽ ഇന്ത്യൻ ലയൺ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ആശാൻ. ആശാന് കുറച്ച് പ്രായമുണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ടൊരു അമ്മൂമ്മേനെ പോലെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ എൻ്റെ പൊന്നച്ചാമാരെ അതിനെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും കണ്ട് അടുത്തൊരു ലയണോ ക്യാറ്റോ എന്ത് സംഭവം പേരൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെ അതിനെ കണ്ട് വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ട് ചിഞ്ച് കാട്ടിക്കയറി എന്തൊക്കെ പറയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ബേഡില്ലേ, ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന കൊക്കില്ലേ, കൊറ്റി എന്നൊക്കെ പറയുന്നത് ആ ഇനത്തിൽപ്പെടുന്ന ഒരു ബേഡ് തന്നെയാണ്. നമ്മുടെ ഇതിൻ്റെ പേര് ആഫ്രിക്കൻ ഗ്രേ ക്രൗൺ ക്രെയിൻ എന്നാണ്. സംഭവം കൊള്ളാം. അതിൻ്റെ പുറത്ത് നമ്മുടെ തലയിൽ കാണുന്ന പൂവില്ലേ, ആ ഒരു കിരീടം, അത് അടിപൊളിയാണ് കേട്ടോ. ആ കിരീടം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, കിരീടം വെച്ചൊരു രാജ്ഞിയുടെ ലുക്കൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഇന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേഡെന്ന് പറയുന്നത് ഇതാണ്. അടിപൊളിയായിരുന്നു. എനിക്കാണ് ഒരു പ്രത്യേക ഭംഗി തന്നെ, കാരണം അതിൻ്റെ ആ കഴുത്തിൻ്റെ താഴെയുള്ള ആ ഒരു തൂവലൊക്കെ കണ്ടില്ലേ, നല്ല ലോങ് ആയിട്ടുള്ള തൂവൽ, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു കഴുത്തിൻ്റെ മൊത്തത്തിൽ അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബേഡ്. അങ്ങനെ ആഫ്രിക്കൻ കൊക്കിനെയൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഞങ്ങൾ രാവിലെ മിസ്സായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ജീവിനെ കണ്ടത്. ബ്രസീലിയൻ ടാപ്പിയർ എന്നാണ് അതിൻ്റെ പേര്. എന്തൊരു പ്രത്യേക ലുക്ക്, എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ലുക്ക്. കണ്ടു നോക്ക്. എൻ്റെ പിന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ പിള്ളേരെല്ലാം അവിടെ കയറി നിന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് സംഭവം. അവിടെ കയറി നിന്ന് പിള്ളേരെല്ലാം ബഹളമായിരുന്നു. ഇപ്പോൾ ഐസ്ക്രീം വേണം, സ്ട്രോബെറി വേണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പതിയെ തിരിക്കുക. എന്റെ പിന്നെ ഒരു കാര്യം പറയുന്നത്, എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണ്. എൻ്റെ പൊന്ന് ഫ്രണ്ട്സ്, ഒന്നും പറയണ്ട, മഴ നനഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, നനഞ്ഞ കോഴി എന്നൊക്കെ പറയത്തില്ല, ആ അവസ്ഥയിലാണ് ഇപ്പം നടക്കുന്നത്. വേണ്ട, നമ്മുടെ ജിനോസാറൊക്കെ നടക്കുന്നുണ്ടോ? അതന്നെ, നനഞ്ഞ കോഴി. അതെ, മൊത്തം കോഴികൾ, അത് വേറെ കാര്യം. എല്ലാം ഞങ്ങളെന്താ പരിപാടി നിർത്തി ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ഫുഡ് അടിക്കണം, ഫുഡ് അടിക്കാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാവരും കൂടെ നല്ലൊരു ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. മഴയാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആർക്കും അതിൻ്റെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ പതിയെ വണ്ടി കയറി തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. പക്ഷേ പോകുന്നത് വളരെ നാരോയ റൂട്ടിലാണ്. ഒന്ന് അങ്ങോട്ട് വാളിയപ്പള്ളി തീരും അങ്ങനെ പറഞ്ഞു തീരുന്ന. ഇപ്പോൾ അടുത്ത വണ്ടി വന്നു, റിവേഴ്സ് എടുത്തു, വണ്ടി സ്ഥലമൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഹൈവേ കയറിയപ്പോൾ നല്ല കാലാവസ്ഥ, എന്നാ പറയാൻ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. Anyway, thank you friends, all your support. See you with next video. Please subscribe and share.